ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട്. എൻ്റെ റിലേറ്റീവ്സിന് പോലും വലിയ അത്ഭുത, ഇപ്പോഴും നീ പഠിക്കുകയാണോ എന്ന്. നമുക്ക് ഓരോ ദിവസം പഠിക്കുമ്പോൾ എൻ്റെ ഭഗവാൻ ഞാൻ എവിടെ എത്തിയില്ലല്ലോ എന്നാണ് തോന്നുന്നത്. നോട്ട് റീച്ച് എനിവെയർ, നോട്ട് ഈവൻ സ്റ്റാർട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് തോന്നും. കാൺട്ട് ഫിനിഷ് സ്ട്രീം ഓഫ് നോളജ്. പെൺകുട്ടികൾക്ക് ഇറ്റ്സ് നോട്ട് വെരി ഈസി. അപ്പം ചിലപ്പോൾ പാരൻസ് വളരെ അങ്ങനെ കൊണ്ട് നടന്നവരെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് പോലും ആ ഒരു വാക്കിലായിരിക്കും തന്നെ ഇവരെ കണ്ടിന്യൂ ചെയ്യാൻ, പാഷൻ കണ്ടിന്യൂ ചെയ്യാൻ. അപ്പോൾ ഒരു റെഗുലർ 9 to 5 ജോബ് അല്ല ഡാൻസ്. സോ യു ഡാൻസ് യുവർ ഹോൾ ലൈഫ്, യു പ്രാക്ടീസ് യുവർ ഹോൾ ലൈഫ് ആൻഡ് യുവർ വർക്ക് സ്റ്റാർട്ട്സ് ആഫ്റ്റർ 5. ആ ബ്രേക്ക് നിന്ന് പലരും അവരുടെ പാഷൻ കണ്ടിന്യൂ ചെയ്യണു. അല്ലെങ്കിൽ ചിലവർ പഠിച്ചിട്ട് നിർത്തിയവർ വീണ്ടും വരണു. അല്ലെങ്കിൽ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും, പഠിക്കാൻ സാധ്യതകൾ ഉണ്ടായില്ല, ഇപ്പോൾ അവർ പഠിക്കണം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി ടു സീ. എന്നോട് ചോദിച്ചു ഞാൻ പറയും, ഒരു 7 വയസ്സ് 8 വയസ്സെങ്കിലും ആവാണ്ട് ചേർത്തരുത്. അതായത് മനസ്സ് മാറിപ്പോകും, അവരുടെ മനസ്സ് സത്വരിച്ച് തകർന്നു പോകും. അവർ പറയുന്നത് എന്താ ഇത് സെയിം സ്റ്റെപ്പ് ഓവർ മന്ത്സ് ആൻഡ് മന്ത്സ്. അതെ, ഇപ്പൊ എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട് ശരിക്കും ക്ലാസിക്കൽ പഠിക്കണമെന്ന്. എന്നെ പോലെ കുറെ പേരുണ്ട് എനിക്ക് ചുറ്റും. അതെ, അങ്ങനെയുള്ളവർ വരാറുണ്ടോ ക്ലാസ്? എനിക്കുണ്ട് അഡൽട്ട് ഗ്രൂപ്പ്സ്. അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ when you are ready to do a solo performance which is of a duration 2 hours. ശോഭനയാണെങ്കിലും നവ്യാണെങ്കിലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ആ ലാംഗ്വേജ് മീഡിയം ഓഫ് എക്സ്പ്രഷൻ മനസ്സിലായില്ലെങ്കിൽ, മുദ്രകൾ അറിയില്ലെങ്കിൽ യു കാൺട്ട് എന്താ പറയാ അണ്ടർസ്റ്റാൻഡ് ഓർ അപ്രീഷിയേറ്റ് ഇറ്റ്. നമസ്കാരം. ഇന്ന് എന്നോടൊപ്പം ഒരു കലാകാരിയാണുള്ളത്. കലാകാരി എന്ന് പറയുമ്പോൾ 30 വർഷത്തോളമായിട്ട് നാട്യരംഗത്തുള്ള ഒരു നർത്തകിയാണ്, കോഴിക്കോടുകാരിയാണ്. ദീപ്തി പാരോൾ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ദീപ്തി നമസ്കാരം. നമസ്കാരം. എന്തുണ്ട് വിശേഷമൊക്കെ? സുഖമായിട്ടിരിക്കുന്നു. എങ്ങനെ പോകുന്നു ഡാൻസ് ഒക്കെ? ഡാൻസ് ഒക്കെ ഗംഭീരം. ഇപ്പൊ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം അക്കാഡമിക്കലി പറയുകയാണ് ഞാൻ PhD ചെയ്തുകൊണ്ടിരിക്കുക. ഹസ്ബൻഡ് ഗൾഫിലാ ജോലി. അപ്പം വെക്കേഷൻ ആയതുകൊണ്ട് മക്കളെയും കൂട്ടി 2 months ദുബായിൽ വന്നേക്കാണ്. ഇപ്പൊ എങ്ങനെയാണ് ഡാൻസിൽ ഇപ്പൊ ആക്റ്റീവായിട്ട് തുടരുന്നത്? സ്കൂളൊക്കെ നടത്തുന്നുണ്ടല്ലേ? നാട്ടില് കോഴിക്കോട് തന്നെ വീട്ടിൽ തന്നെ ഒരു ഭാരതീയം സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് എന്നുള്ള സ്കൂളുണ്ട്. വളരെ സീരിയസ് ലേണേഴ്സിനെ മാത്രം പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്. സോ വെരി ലെസ് സ്റ്റുഡൻസ് ബട്ട് വെരി ഇന്റൻസ് ട്രെയിനിങ്. അതിൽ നിന്ന് തന്നെ മനസ്സിലായി എത്രത്തോളം ഗൗരവമായിട്ടാണ് ഡാൻസിനെ കാണുന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ നോക്കിയപ്പോൾ PhD എടുത്തിട്ടുണ്ട്, കഥക്കില് അക്കാഡമിയിൽ അങ്ങനെ കുറച്ച് ഇതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം എങ്ങനെയൊക്കെ ആയിരുന്നു ആ ഡാൻസിന്റെ ആ ഒരു ജേർണി ഇതിലേക്ക് എത്തുന്നത്? ഇപ്പൊ PhD വരെ എത്തിയില്ലേ? ആ ഒരു ജേർണി എങ്ങനെയാണ് നമുക്ക് കാണുന്നവർക്കൊന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട്? ഡാൻസ് ഇപ്പം കുട്ടികൾക്ക് അറിയില്ല, അവർക്ക് ഡാൻസ് ചെയ്യണമെന്നേ ഉള്ളൂ. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ കറക്റ്റായിട്ട് ഡയറക്റ്റ് ചെയ്ത പേരൻസ്, അതാണ് എൻ്റെ ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അപ്പം ചെറുതാകുമ്പോൾ ചെലങ്ക വേണമെന്ന് പറഞ്ഞു. അച്ഛൻ വളരെ പ്രോപ്പർലി ഡാൻസ് ഏത് ഡാൻസ് പഠിക്കണം, ഏത് ശൈലി പഠിക്കണം, കംപ്ലീറ്റ്ലി ഓറിയൻറ്റഡ് ആയിരുന്നു. അപ്പം ചെലങ്ക കേട്ട അരങ്ങേറ്റത്തിനാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഒരു 3.5 വയസ്സ് എനിക്ക് തോന്നുന്നു, ഞാൻ LKG പോകുന്നതിന് മുന്നേ ഡാൻസ് ക്ലാസ്സിലാണ് ചേർന്നിരിക്കുന്നത്. ക്ലാസ്സിൽ ചേർത്തി വെരി സീരിയസ് ട്രെയിനിങ്. അത് അച്ഛൻ എനിക്ക് ഓർമ്മയുണ്ട് പറയുന്നത് തന്നെ ടീച്ചറോട്, ഒരു അടവ് എപ്പോഴാണോ ടീച്ചർക്ക് തൃപ്തിയാവണം, ഷീസ് ഗുഡ് പെർഫെക്റ്റ്, അടുത്ത സ്റ്റെപ്പിലേക്ക് പോയാൽ മതിയെന്ന്. അങ്ങനെ ടൈം എടുത്ത് ഒരു തിരക്കൂലിയാണ്ട് പഠിപ്പിച്ച് സ്കോളർഷിപ്പോട് കൂടിയിട്ടാണ് ഞാൻ പഠിക്കുന്നത്. 10 വയസ്സ് തൊട്ട് സെൻട്രൽ ഗവൺമെൻറ് സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പം അങ്ങനെ വളരെ എങ്ങനെ, അതായത് കലാക്ഷേത്ര ശൈലിയിൽ പഠിക്കുക, തിയറി ആൻഡ് പ്രാക്ടിക്കൽ കുട്ടിക്കാലത്തെ പഠിപ്പിക്കുന്ന നിർബന്ധമായിരുന്നു അച്ഛനെ. അപ്പം നല്ലൊരു ട്രെയിനിങ്. അത് പറഞ്ഞാൽ കിട്ടിയ ഗുരുക്കന്മാരും ഒന്നിനൊന്നും മെച്ചം, അത്രയും. കുറേ കാര്യങ്ങൾ ബ്ലെസ്ഡ് ആണ് ഞാൻ ഇപ്പോൾ പറയും. ബീറ്റ് ഫാമിലി, പാരൻസ് ആണെങ്കിൽ കല്യാണം കഴിച്ചപ്പോൾ ഹസ്ബൻഡും ഗോട്ട് ദ ബെസ്റ്റ് ടീച്ചേഴ്സ്. അപ്പോൾ ഫാമിലിയുടെ ബാക്ക്ഗ്രൗണ്ട്, ഇപ്പം അച്ഛനൊക്കെ അത്രയും അടവിനെ കുറിച്ചൊക്കെ അറിയാം. ഇപ്പം എൻ്റെ അച്ഛനൊക്കെ അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. മെജോറിറ്റിയും ഇങ്ങനെ കലാരംഗത്തുള്ളവർക്ക് മാത്രമാണ് അതിനെക്കുറിച്ചൊരു ഐഡിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ അച്ഛനും അമ്മയൊക്കെ കലാരംഗത്ത് തന്നെയുള്ളവരാണോ? ഒന്നുമില്ല. പക്ഷെ അച്ഛൻ്റെ ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് ഡാൻസ് ടാബുവാണല്ലോ, പഠിപ്പിക്കില്ല കുടുംബങ്ങളിൽ. പക്ഷെ അച്ഛൻ ഒക്കെ ഒരു എന്താ പറയാ റിഫോമിസ്റ്റ്, അങ്ങനത്തെ പുരോഗമന ചിന്താഗതിക്കാർ. അപ്പം അച്ഛൻ്റെ പെങ്ങന്മാരൊക്കെ അവർക്ക് നാടകമൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഡാൻസിൽ വലിയ താല്പര്യം. അപ്പം ആർട്ട് ഫീൽഡിൽ അച്ഛൻ ഹിന്ദുസ്ഥാനി പഠിച്ചിട്ടുണ്ട്. അപ്പം ഡാൻസിനെ കുറിച്ച് നല്ലൊരു ഗ്രാഹ്യമുണ്ട്, വായിച്ചിട്ടും അറിഞ്ഞിട്ടും ഒക്കെ. അതുകൊണ്ട് അച്ഛനാണ്. അമ്മ കംപ്ലീറ്റ് എൻ്റെ സപ്പോർട്ടാണ്. അതായത് ഞാനൊരു 6th standard തൊട്ടിട്ട് കോഴിക്കോട് നിന്ന് പയ്യന്നൂർ പോയിട്ടാണ് പഠിക്കുന്നത്. അപ്പം അച്ഛന് എന്താണോ പറയുന്നത് അതിന് ഡാൻസിന് അതാണ് വേണ്ടത്. നമ്മൾ പാരൻസ് കൂടെ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇത് നടക്കില്ല. പയ്യന്നൂർക്ക് സാറ്റർഡേ ട്രാവൽ ചെയ്ത് ഞങ്ങൾ തിരിച്ചു വരിക, അതിന് പിക്ക് ചെയ്യാൻ ഞങ്ങളൊരു ഉച്ചത്തെ ട്രെയിനിനാണ് പോവുക.
തിരിച്ച് പയ്യന്നൂർന്ന് മലബാർ ട്രെയിൻ. അപ്പം അന്ന് സിംഗിൾ ട്രാക്കാണ്. അപ്പം അവിടുന്ന് 8 മണിക്ക് കയറിയാലും നാട്ടിൽ 1 മണി 2 മണിക്കാണ്. അപ്പം അച്ഛനവിടെ കാത്തു നിന്ന് വീട്ടിൽ ഗ്രാൻഡ് പാരൻസ്. അതെ, അപ്പം അത്രയും തുടക്കത്തിൽ നല്ലതായിട്ട് സ്ട്രഗിൾ ചെയ്ത് അതിന് വേണ്ടി എഫേർട്ട് ഇട്ടിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത് അല്ലേ? പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ യൂത്ത് ഫെസ്റ്റിവലുകളിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ കലാതിലകം ഒന്നുമില്ല. അത് ഞാൻ പറഞ്ഞു, ഞാൻ ഭരതനാട്യം മാത്രമാണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷെ സ്കൂൾ തൊട്ടൊരു കോളേജ് കാലം വരെ ഞാൻ കുച്ചിപ്പുടിയും പഠിച്ചിട്ടുണ്ട്, മോഹിനിയാട്ടവും പഠിച്ചിട്ടുണ്ട്, കഥകളിയൊക്കെ. ഞാൻ പറഞ്ഞു ഈ സ്കോളർഷിപ്പ് ഉണ്ട്. അപ്പം അതിന് എനിക്ക് ഭരതനാട്യത്തിലെ സ്കോളർഷിപ്പ് എങ്കിലും നമ്മൾ മറ്റ് ശൈലികളെ കുറിച്ച് നല്ലൊരു ഗ്രാഹ്യം വേണം. അവരതിലും ചോദിക്കും. പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞാൻ കോമ്പറ്റ് ചെയ്തത് സ്കൂളിലൊക്കെ ഭരതനാട്യം തന്നെയാണ്. ഭരതനാട്യം ആൻഡ് കുച്ചിപ്പുടി രണ്ടും ഈക്വലി എനിക്കിഷ്ടമാണ്. ഓക്കെ. അപ്പോൾ ഭരതനാട്യം, കുച്ചിപ്പുടി, മോഹിനിയാട്ടം, അപ്പോൾ ഇതിങ്ങനെ പഠിച്ചു വരുമ്പം എനിക്ക് ഭരതനാട്യമാണ് കൂടുതൽ പറ്റുന്നത് എന്ന് തോന്നിയിട്ടാണ് അതിലേക്ക് തിരിഞ്ഞത്? അതെ, നമ്മളൊരു പ്രൊഫഷണൽ ലെവലിൽ വരുമ്പം യു ഹാവ് ടു ചൂസ് വൺ. അത് ഞാൻ എൻ്റെ കുട്ടികളോടും പറയും. ഇപ്പം എൻ്റെ സ്റ്റുഡൻസ് ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയും പ്രാക്ടീസ് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അറ്റ് വൺ ടൈം നമ്മൾ എല്ലാം പഠിക്കാം, ശൈലി അറിയാൻ. പക്ഷേ മിക്സിങ് അപ്പ് ഇറ്റ്സ് വെരി ഈസി. ഓരോ ശൈലിക്ക് അതിൻ്റെ സ്വഭാവം നമ്മൾ വെക്കണം, നമ്മൾ അത് പ്രാക്ടീസ് ചെയ്യണം, മറ്റത് മനസ്സിലാക്കാം. അപ്പം അങ്ങനെ ഒരു ടൈം വന്നപ്പോൾ എനിക്ക് രണ്ടാമത് ചിന്തിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല. ഭരതനാട്യം വാസ് ക്ലോസ് ടു മൈ ഹാർട്ട്. ഇപ്പം ദീപ്തി പറഞ്ഞതുപോലെ തന്നെ നമ്മൾക്ക് ഏതാണോ താല്പര്യം അതിലേക്ക് പോയി അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാം. പക്ഷെ ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ കുട്ടികൾ മത്സരത്തിന് വേണ്ടി ഡാൻസ് പഠിക്കുന്നത് തന്നെ കലാതിലകം ആകാൻ വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ സെലിബ്രിറ്റി ആകാൻ വേണ്ടിയിട്ട്, അതായത് ഇതിലൂടെ അതിലേക്ക് എത്താം എന്നുള്ള രീതിയിലാണ്. പാഷനോടുകൂടി വരുന്നവർ വളരെ കുറവാണ്. അതെ, അതായത് ഞാൻ ഒരു സ്പിക്മിക്കെ പറഞ്ഞൊരു NGOൻ്റെ റിസോഴ്സ് പേഴ്സണാണ്. അപ്പം നമ്മൾ കൂടുതൽ ഇൻട്രാക്ട് ചെയ്യുന്നത് കുട്ടികളായിട്ടാണ്. ഞാൻ സ്കൂൾസിൽ 12th വരെയുള്ള സ്കൂൾസിൽ 1.5 hours ഓഫ് ലെക്ചർ ഡെമോൺസ്ട്രേഷനാണ് ചെയ്യുന്നത്. അതായത് എൻ്റെ ആർട്ട് ഫോം ഭരതനാട്യത്തിന് ഞാൻ പരിചയപ്പെടുത്തുക, കുട്ടികൾക്ക് അതിലൊരു അഭിരുചി ഉണ്ടാക്കുക. അപ്പോൾ പല സ്കൂളിലും പോകുമ്പം ഇപ്പോൾ പറഞ്ഞ മാതിരി യൂത്ത് ഫെസ്റ്റിവലിന് വേണ്ടിയിട്ടാണ് കുട്ടികൾ പഠിക്കുന്നത്. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ പറയുമ്പോൾ 5ലും 6ലൊക്കെ പഠിക്കുന്ന കുഞ്ഞു മക്കളായിരിക്കും. ഭരതനാട്യം കഴിഞ്ഞു, ഇപ്പം കുച്ചിപ്പുടിയാണ് പഠിക്കുന്നതെന്ന്. എനിക്കിപ്പോൾ ഞാൻ 3.5 വയസ്സ് പറഞ്ഞാൽ മോർ ദാൻ 40 years ഓഫ് ട്രെയിനിങ് ഉണ്ട്. ഇപ്പോഴും ഞാൻ പഠിക്കുന്നുണ്ട്. എൻ്റെ റിലേറ്റീവ്സിന് പോലും വലിയ അത്ഭുതം, ഇപ്പോഴും നീ പഠിക്കുകയാണോ എന്ന്. അപ്പം ഇന്നും എന്തെങ്കിലും പഠിച്ചു എന്നുള്ളതല്ല, നമുക്ക് ഓരോ ദിവസം പഠിക്കുമ്പോൾ എൻ്റെ ഭഗവാൻ ഞാൻ എവിടെ എത്തിയില്ലല്ലോ എന്നാണ് തോന്നുന്നത്. ഐ നോട്ട് റീച്ച് എനിവെയർ, നോട്ട് ഈവൻ സ്റ്റാർട്ട് ദ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് തോന്നും. അപ്പം അതിൻ്റെ ഒരു പ്രോപ്പർ നല്ലതാണ്. ഇറ്റ് ഹാസ് ബിക്കം വെരി പോപ്പുലർ ഒക്കെ ആയെങ്കിലും അതിൻ്റെ റൈറ്റ് സെൻസിലാണോ കുട്ടികൾ ഈ ക്ലാസിക്കൽ ആർട്ട് ഫോംസിനെ മനസ്സിലാക്കണം, നമുക്ക് സംശയം തോന്നും. സോ യു കാൺട്ട് ഫിനിഷ് സ്ട്രീം ഓഫ് നോളജ്. അതായത് വേറെ എവിടെയോ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇടയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു മീഡിയം ആയിട്ട് യൂസ് ചെയ്യുന്ന പോലെ തോന്നാറുണ്ട് പലപ്പോഴും. അതുപോലെ തന്നെ ചില കുട്ടികൾ പാഷനായിട്ട് വരുന്നവരുണ്ട്, അത് കൊണ്ടുപോകാറുണ്ട്. പക്ഷേ നമ്മൾ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടിയൊക്കെ കൂടുതലും പെൺകുട്ടികൾ തന്നെയാണ് പഠിച്ചു പോകുന്നത്, ക്ലാസിക്കൽ ആർട്ട് ഫോംസ്. അപ്പോൾ അങ്ങനെ പോകുമ്പോൾ കല്യാണം കഴിയുന്നു, കുട്ടികളാകുന്നു, പിന്നെ ഒരു ബ്രേക്ക്. വലിയ പാഷനോടുകൂടി കണ്ടിന്യൂ ചെയ്യുന്നവർക്ക് ഒരു പക്ഷേ ബ്രേക്ക് വന്നിട്ടുണ്ട്. എനിക്കറിയുന്ന പലരും അങ്ങനെ ബ്രേക്കിന്റെ സ്റ്റേജിലാണ് ഇപ്പോഴാണ് അവര് വീണ്ടും ഇറങ്ങണം എന്ന് പറഞ്ഞ് നമ്മൾ ഉൾപ്പെടെയുള്ളവർ അവരെ ഇങ്ങനെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ ഇപ്പോൾ അങ്ങനെ ഒരു പ്രവണത ഉണ്ട്. ബ്രേക്ക് പെൺകുട്ടികൾക്ക് ഇറ്റ്സ് നോട്ട് വെരി ഈസി. അപ്പം ചിലപ്പോൾ പാരൻസ് വളരെ അങ്ങനെ കൊണ്ട് നടന്നവരെ പഠിപ്പിച്ച് കല്യാണം കഴിപ്പിച്ച് കൊടുക്കുന്നത് പോലും ആ ഒരു വാക്കിലായിരിക്കും, കാരണം ഇവരെ പാഷൻ കണ്ടിന്യൂ ചെയ്യാൻ. പക്ഷെ പലർക്കും അതായിരിക്കില്ല. ചിലപ്പോൾ ഫാമിലി ലൈഫിൽ കയറുമ്പം ആ ഒരു സപ്പോർട്ട് ഇറ്റ്സ് നോട്ട് ഈസി. ഒന്നാമത് നമ്മുടെ വർക്ക്, നമ്മൾ പെർഫോമൻസ് ആണെങ്കിൽ ഇറ്റ് സ്റ്റാർട്ട്സ് ഇൻ ദ ഈവനിങ്. അപ്പോൾ ഒരു റെഗുലർ 9 to 5 ജോബ് അല്ല ഡാൻസ്. സോ യു ഡാൻസ് യുവർ ഹോൾ ലൈഫ്, യു പ്രാക്ടീസ് യുവർ ഹോൾ ലൈഫ് ആൻഡ് യുവർ വർക്ക് സ്റ്റാർട്ട്സ് ആഫ്റ്റർ 5. ആൻഡ് വിത്ത് മ്യൂസീഷ്യൻസ് ആയിരിക്കും, ട്രാവലായിരിക്കും. അതൊന്നും എത്രയൊക്കെ ഓക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഉൾക്കൊള്ളാൻ അതിലൊരു ആക്റ്റീവ് അല്ലാത്തൊരു ഫാമിലിക്ക് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. പിന്നെ കുട്ടികളായി കഴിഞ്ഞാൽ ഇറ്റ്സ് എ ബിഗ് ബ്രേക്ക്. കാരണം ഫിസിക്കൽ ആക്ടിവിറ്റിയാണ്, യുവർ ബോഡി കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ് ആയിട്ട് ഫ്രം 100% യു ഗോ ഡൗൺ ടു 0. പിന്നെ അത് തിരിച്ച് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ വരിക. അതിന് ഭയങ്കര ഗംഭീര സപ്പോർട്ട് വേണം. പിന്നെ കുട്ടിയാവുമ്പോൾ നമുക്ക് ഫാമിലി സപ്പോർട്ട് ഇല്ലെങ്കിൽ കുട്ടീനെ വെച്ച് നമ്മളെങ്ങനെ പെർഫോം ചെയ്യും. സോ പക്ഷെ ഇപ്പം നല്ലൊരു ഇറ്റ്സ് എ ഹ്യൂജ് ചേഞ്ച്. ആ ബ്രേക്ക് നിന്ന് പലരും അവരുടെ പാഷൻ കണ്ടിന്യൂ ചെയ്യണു, അല്ലെങ്കിൽ ചിലവർ പഠിച്ചിട്ട് നിർത്തിയവർ വീണ്ടും വരുന്നു, അല്ലെങ്കിൽ അത്ര ആഗ്രഹിച്ചിട്ടുണ്ടാവും, പഠിക്കാൻ സാധ്യതകൾ ഉണ്ടായില്ല, ഇപ്പോൾ അവർ പഠിക്കണം. ഇറ്റ്സ് എ വെരി ബ്യൂട്ടിഫുൾ ജേർണി ടു സീ. യെസ്, അതെ. ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമ്മൾ ആശാ ശരത്, നവ്യ നായർ, ആശാ ശരത് ഒക്കെ പിന്നെയും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, അക്കാഡമി ഒക്കെ ഇവിടെ. ഒരു ഫാമിലി
ഡാൻസ് തന്നെയാണ്. പക്ഷെ നവ്യനാരുടെ കേസിലൊക്കെ നമ്മൾ കണ്ടതാണ്, ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് സിനിമയിലാണെങ്കിലും ഡാൻസിലാണെങ്കിലും. ഡാൻസ് ഒരു പക്ഷേ വീട്ടിലൊക്കെ ചെയ്തിട്ടുണ്ടായിരിക്കാം, പക്ഷെ നമ്മൾ സമൂഹത്തിലേക്ക് ഇറങ്ങുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വളരെ ആക്റ്റീവായിട്ട് ശരിക്കും തിരിച്ചെത്തിയിരിക്കുകയാണ് നവ്യയൊക്കെ. അതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട്. ഇത്രയും വലിയൊരു കലാകാരി മഞ്ജു വാര്യർ അവരൊക്കെ തിരിച്ചെത്തുമ്പോൾ കാണുമ്പോൾ നമുക്ക് നല്ല സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ ഫാമിലിയുടെ സപ്പോർട്ട് ഇതിൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ്? 100% വേണം, അല്ലെങ്കിൽ നടക്കുന്ന കാര്യമല്ല. സ്വന്തം അനുഭവം, ഫാമിലിയുടെ സപ്പോർട്ട് എങ്ങനെയാണ്? എനിക്ക് ഈ പറഞ്ഞ മാതിരി 100% സപ്പോർട്ടാണ്. കാരണം വീട്ടിൽ ഞാൻ പറഞ്ഞു, എനിക്ക് ഒരു വർക്ക്ഷോപ്പിനോ ഒരു പ്രോഗ്രാം കമ്മിറ്റ് ചെയ്യാനോ വീട്ടിൽ ചോദിക്കേണ്ട ആവശ്യമില്ല. ഞാൻ കമ്മിറ്റ് ചെയ്തിട്ടാണ് വീട്ടിൽ വരിക. അത്രയ്ക്കും കല്യാണം കഴിച്ചതും എൻ്റെ ഗുരുവിൻ്റെ അമ്മാവൻ്റെ മകനാണ്, ഐ മീൻ ഹസ്ബൻഡിൻ്റെ അമ്മാവനാണ് ഗുരു. അപ്പം അതുകൊണ്ട് ഇതിനെപ്പറ്റി കൃത്യമായിട്ട് അറിയുന്ന ഒരു ഫാമിലിയിലേക്കാണ് കല്യാണം കഴിച്ചു പോയത്. മാത്രമല്ല ഞങ്ങൾ ബാംഗ്ലൂർ സെറ്റിൽഡാണ്, പക്ഷേ ഒരു 15 വർഷമായി പ്രവാസിയാണ്. അപ്പം ഖത്തറിലുണ്ടായി, ഇപ്പം ദുബായിലാണ്. ഞാൻ റെസിഡൻ്റ് ആണ്, ബട്ട് സ്റ്റിൽ ഐ ലിവ് മോസ്റ്റ് ഓഫ് ദ ടൈം ഇൻ ഇന്ത്യ. കാരണം അവിടെയാണ് എൻ്റെ സ്പേസ്. മനസ്സിലാക്കി കംപ്ലീറ്റ് സപ്പോർട്ടാണ്. അപ്പോൾ ഇങ്ങനെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഡാൻസ് ക്ലാസ്സിൽ കുറച്ച് കുട്ടികളെ വളരെ പാഷനേറ്റ് ആയിട്ടുള്ളവരെ പഠിപ്പിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞു. ഓൺലൈൻ അത് എൻ്റെ കുട്ടികൾ മുഴുവനും ഓൺലൈനിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. അത് എനിക്ക് തോന്നുന്നു എല്ലാവരും കൊറോണ കാലത്താണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഞാനൊരു 4 വർഷം ഖത്തറിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആ ടൈമിൽ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോം പോപ്പുലറേ അല്ല. പക്ഷെ ഞാൻ രണ്ടാമത്തെ ആളെ പ്രഗ്നൻ്റ് ആയി പിന്നെ തിരിച്ച് നാട്ടിലേക്ക് വരിക ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഖത്തറിൽ കൂടുതൽ ക്ലാസിക്കൽ ആർട്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വെരി കണക്റ്റഡ് ടു ദ ഗുരു. അപ്പോൾ അവർക്ക് ഷിഫ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ആക്ച്വലി അന്ന് സ്കൈപ്പാണുള്ളത്, നമുക്ക് വീഡിയോ കോളിങ്. അതെ, അതിൽ ഞാൻ അന്നേ ഓൺലൈൻ ഫെസിലിറ്റിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇന്നും ഫ്രം ബേസിക്, എനിക്കൊരു 10 വയസ്സുള്ള കുട്ടികളുടെ ബാച്ചാണ് ഏറ്റവും ബേസിക്കായിട്ട് ഏറ്റവും ചെറിയ ഏജിലുള്ള. അവർ വരെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഇഫ് ഐ എം ദേർ ഇറ്റ്സ് ഫിസിക്കൽ, നോട്ട് ദേർ ഇറ്റ്സ് ഓൺലൈൻ. അപ്പോൾ ഇപ്പം നമ്മൾ കുട്ടികളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഏത് വയസ്സ് തൊട്ടാണ് ശരിക്കും? ഇപ്പം ദീപ്തിയാണെങ്കിൽ ചെറുപ്പം തൊട്ടേ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഏതൊരു പ്രായത്തിലായിരിക്കും നമുക്ക്? അതൊരു കുട്ടികളനുസരിച്ച് വ്യത്യാസം ഉണ്ടാവുമോ? എങ്ങനെയാണ്? കുട്ടികളനുസരിച്ച് വ്യത്യാസമാണ്. ബട്ട് എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, ഒരു 7 വയസ്സ് 8 വയസ്സെങ്കിലും ആവാണ്ട് ചേർത്തരുത്. അതായത് ക്ലാസിക്കൽ ട്രെയിനിങ്ങിനാണ് കുട്ടികളുടെ മനസ്സിൽ. ഇപ്പം 3 വയസ്സ് 4 വയസ്സിൽ ഭയങ്കര പാഷൻ, അവർ ടി വി വെച്ച് അതിന് മുന്നേ ഡാൻസ് ചെയ്യണം. ഇപ്പം നമ്മൾ ഇപ്പം തന്നെ ഭരതനാട്യം ക്ലാസ്സിലിടാം. പക്ഷെ കുട്ടീൻ്റെ മനസ്സിൽ ഡാൻസാണ്. നമ്മൾ ഭരതനാട്യം ക്ലാസിക്കൽ ട്രെയിനിങ്ങിന് കൊണ്ടുകഴിഞ്ഞാൽ അരമണ്ടിയിലിട്ട് തെയ്യ് തുടങ്ങും. അപ്പോൾ മനസ്സ് മാറിപ്പോകും, അവരുടെ മനസ്സ് സത്വരിച്ച് തകർന്നു പോകും. അവർ കുട്ടികളെ കൊണ്ടുവരുമ്പം ക്ലാസ്സിൽ ഇരുത്തിക്കൊള്ളും, അവർക്ക് വേണ്ട ചെയ്തോണ്ട്, നോട്ട് ഇൻ ടു എ പ്രോപ്പർ ട്രെയിനിങ്. എനിക്കിങ്ങനെ ഒരാളെ അറിയാം, അതായത് വലിയ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയി 2 ദിവസം ചെന്നപ്പോൾ വെറുതെ വടി വെച്ച് തട്ടിക്കൊണ്ടിരുന്നിട്ട് വെറുതെ അരമണ്ഡലത്തിരിക്കാൻ പറയും. എനിക്കത് പറ്റില്ല, എനിക്ക് ഡാൻസ് കളിക്കണം. അവർ പറയുന്നത് എന്താ ഇത് സെയിം സ്റ്റെപ്പ് ഓവർ മന്ത്സ് ആൻഡ് മന്ത്സ്. അതെ, കാര്യമില്ല, ഇത് എപ്പോൾ പഠിച്ചു കഴിയാനാണ്. അത് ശരിയാണ്. പിന്നെ അതുപോലെ നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ചില ആളുകൾ കുട്ടിക്കാലത്തൊക്കെ താല്പര്യം ഉണ്ടായിരിക്കും, പക്ഷെ സാഹചര്യം കൊണ്ടും ഫിനാൻഷ്യൽ പറയാലോ അതിലേക്ക് പോകുന്ന സമയത്ത്, നമ്മൾ പാഷനേറ്റ് ആയിട്ട് പോകുന്ന സമയത്ത് കുറച്ച് പൈസ ചിലവുള്ളൊരു കാര്യം, എക്സ്പെൻസീവ്. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോൾ സ്വന്തം കാലിൽ നിൽക്കുന്നു, പക്ഷെ അപ്പോൾ കുടുംബത്തിലേക്ക് പോകുന്നു. ഒരു പ്രായം കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഇപ്പം എന്നെ പോലെയുള്ളവർ, ഞാനൊക്കെ ഡാൻസ് കളിച്ചിട്ടുണ്ട്, പക്ഷേ ഞാനൊരു ക്ലാസിക്കൽ ഡാൻസറല്ല. കോളേജ് വരെയൊക്കെ സിനിമാറ്റിക് ഒക്കെ കളിച്ചു പോയിട്ടുള്ള ആളാണ്. ഇപ്പം എനിക്ക് ആഗ്രഹം തോന്നുന്നുണ്ട് ശരിക്കും ക്ലാസിക്കൽ പഠിക്കണമെന്ന്. എന്നെ പോലെ കുറേ പേരുണ്ട് എനിക്ക് ചുറ്റും. അതെ, അങ്ങനെയുള്ളവർ വരാറുണ്ടോ ക്ലാസ്? എനിക്കുണ്ട് അഡൽട്ട് ഗ്രൂപ്പ്സ്. കുട്ടികളെക്കാട്ടും അവർക്ക് പാഷനാണ്, വെരി പാഷനേറ്റ്. അവർക്ക് ഒരു ക്ലാസ് മിസ്സാവുന്ന സഹിക്കാൻ പറ്റില്ല. ഈ വെനസ്ഡേ ദീപ്തി എങ്ങനെയെങ്കിലും എനിക്കൊന്ന് ക്ലാസ് മാറ്റി തരുമോ അങ്ങനെ ചോദിച്ചിട്ട് വെരി സീരിയസ് ആയിട്ട്. ഇപ്പം ഞങ്ങളുടെ സമ്പ്രദായത്തിൽ 2 hours ചെയ്യാന്നുള്ളത്. അല്ല, അരങ്ങേറ്റം എന്ന് പറഞ്ഞാൽ വെൻ യു ആർ റെഡി ടു ഡു എ സോളോ പെർഫോമൻസ് വിച്ച് ഇസ് ഓഫ് ഡ്യൂറേഷൻ 2 hours. അതാണ് ഒരു മാർഗം, കച്ചേരി ചെയ്യാന്നുള്ള സമ്പ്രദായം. അങ്ങനെ ചെയ്യുന്നവരുണ്ട് ഹു ആർ എബവ് 50s. അങ്ങനെ ട്രെയിൻഡായി അങ്ങനെ പാഷനേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നവരുണ്ട്, വെരി പാഷനേറ്റ്. ഇപ്പം അതുപോലെ ഇപ്പോൾ റീൽസിലൊക്കെ ആണെങ്കിലും അല്ലേ തന്ത വൈബ്, ഒരു പ്രായം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ വേദന ഇവിടെ വേദന എന്നൊക്കെ പറഞ്ഞിട്ട്, പക്ഷെ 50 കഴിഞ്ഞവരൊക്കെ ഈസി ആയിട്ട് ചെയ്യുന്നുണ്ട്. ട്രാക്കിലായി കഴിഞ്ഞാൽ പിന്നെ ബോഡി റെസ്ട്രിക്ഷൻസ് കുറച്ചുണ്ടാവും. ഇപ്പം നമ്മുടെ എല്ലാ പോസ്റ്റേഴ്സും ഇപ്പം മുഴുമണ്ഡലം കോൾഡ് ഫുൾ സെറ്റ് ഓർ സ്ലൈഡിങ്, അങ്ങനത്തെ ചില മൂവ്മെൻറ്റ്സിൽ ഫിസിക്കലി നമ്മൾ കുറച്ച്, പക്ഷേ ഇമോഷണലി ഒക്കെ യു ഹാവ് എ ലോട്ട് ഓഫ് എക്സ്പീരിയൻസ്. ഇത് തന്നെ നമ്മൾ പഴുക്കണം, മെച്യൂർ ആവണം കുറേ. അപ്പോൾ ആ മെച്യൂരിറ്റി അവർക്ക് ഉണ്ടാവും. ബോഡി ലിമിറ്റേഷൻസ് ഉണ്ടാവും, പക്ഷെ നമുക്ക് അതിനനുസരിച്ച് ടൈലർ ചെയ്യാനേ ഉള്ളൂ. യു ഡോണ്ട് ഹാവ് ടു ഡു അക്രോബാറ്റിക്സ് at 60 അല്ലേ? അതെ അതെ അതെ.
ഇനി വീണ്ടും ദീപ്തിയിലേക്ക് നമ്മൾ പേഴ്സണലായിട്ട് വരികയാണെങ്കിൽ ഇപ്പൊ ചെയ്തിട്ടുള്ള സൂര്യ ഫെസ്റ്റിവൽ ഉൾപ്പെടെ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പോൾ അതിന്റെ ഒരു ജേണി എങ്ങനെയാണ്? വേറെ എവിടെയൊക്കെയാണ് വലിയ വലിയ അരങ്ങുകളിൽ ചെയ്തിട്ടുള്ളത്? ഞാൻ സൂര്യ ഫെസ്റ്റിവല് 2 പ്രാവശ്യം, വളരെ മുമ്പ് എൻ്റെ ഗുരു ധനഞ്ജയൻ സാറിൻ്റെ സ്റ്റുഡൻ്റായിട്ട് പരമ്പര എന്നുള്ളതിൽ, ഇപ്പം ഞാൻ ഇപ്പോഴും പഠിക്കണമെന്ന് പറഞ്ഞു. ഐ എം സ്റ്റുഡൻറ്റ് ഓഫ് ധനഞ്ജയൻ സർ ആൻഡ് ഹിസ് സീനിയർ ഡിസൈപ്പിൾ ശ്രീലത വിനോദ്. അപ്പം അവരുടെ അവരുടെ ഐ മീൻ പെർഫോമൻസ് വിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇപ്പം കഴിഞ്ഞ വർഷം ചെയ്തു. സൂര്യ ഈസ് എ ബ്യൂട്ടിഫുൾ പ്രസ്റ്റീജിയസ് സ്റ്റേജ്. അങ്ങനെ ഒരുപാട് സ്റ്റേജസ് കഴിഞ്ഞു. പല്ലുവോൾസ് ഓഫ് മൈസൂരിൽ ഇതുപോലെ സൂര്യ. സ്റ്റേജിൻ്റെ സൈസോ ഒന്നുമല്ല, ചിലപ്പോൾ നമ്മളൊരു ചെറിയൊരു ഗാദറിങ്ങിലായിരിക്കും ചെയ്യുന്നത്. ബട്ട് ദറ്റ് സ്പേസ് ഹാസ് എ ലോട്ട് ഓഫ് എനർജി. ഓരോ ഓഡിയൻസും ഇറ്റ്സ് വർത്ത്, നമുക്ക് അവരോട് മതിയാവില്ല ചിലപ്പം. അപ്പം എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ശരി, പ്രസ്റ്റീജിയസ് മ്യൂസിക് അക്കാഡമി ചെന്നൈയിൽ സഭയിൽ ഈ മാർഗഴി സീസൺ എന്ന് പറയും നമ്മൾ, ഡിസംബർ, അതാണ് ഏറ്റവും പ്രസ്റ്റീജിയസ് ആയിട്ട് ആസ് എ ക്ലാസിക്കൽ ആർട്ടിസ്റ്റ് ചെയ്യുക. ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ദാറ്റ് ഈസ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. കാരണം കംപ്ലീറ്റ് ഒരു എലൈറ്റ് ഗ്രൂപ്പാണ് നമ്മളെ മുമ്പിലിരിക്കേണ്ടത്. ഈച്ച് ആൻഡ് എവറി സ്റ്റെപ്പ്, ഈച്ച് ആൻഡ് എവറി മൂവ്മെൻറ്റ് അവർക്ക് അറിയും. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ്. സംടൈംസ് ഒന്നും അറിയാത്തപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികളുടെ LP സ്കൂളിൽ വരെ ചെയ്യും. അപ്പോൾ പക്ഷെ അവർ അത് എൻജോയ് ചെയ്യുന്ന ടോട്ടലി ഡിഫറെൻറ്റ്. വിച്ച് ഇസ് ബെറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ യു കാൺട്ട് ബാലൻസ് ഇറ്റ്. അതുപോലെ ആൺകുട്ടികൾ ഈ മേഖലയിലേക്ക് വരുന്നത് ഇപ്പോൾ വളരെ കുറവാണ് പണ്ടത്തെ അപേക്ഷിച്ച്. ഇപ്പോൾ കാരണം കൂടുതലും മറ്റേ വെസ്റ്റേൺ ഡാൻസിലേക്ക് കുട്ടികൾ പോകുന്നുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെയും ഡാൻസ് പഠിക്കാന്ന് പറഞ്ഞാൽ ക്ലാസിക്കലി ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പം അതിലൊക്കെ മാറ്റം വന്നിട്ടുണ്ട്. ക്ലാസിക്കൽ പഠിക്കുന്ന ആൺകുട്ടികൾ അത് ഇപ്പോഴത്തെ ഒരു സ്റ്റേജ് എങ്ങനെയാണ് പോകുന്നത്? അവർ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടോ? അത് ഈ പറഞ്ഞ പോലെ കലോത്സവങ്ങൾക്ക് മാത്രമാണോ? ആൺകുട്ടികൾ നിറയെ പഠിക്കണമൊക്കെ ഉണ്ട്. അതെ, ഒരുപാട് പേര് പഠിക്കുന്നുണ്ട്. അത് ചിലർ ഈ കോമ്പറ്റീഷന് വേണ്ടിയിട്ടാണ് പലരും ഇതിലേക്ക് വരിക. അല്ലെങ്കിൽ എനിക്കറിയാം ചില ആൾക്കാരുണ്ട്, അവർ നല്ല വെസ്റ്റേൺ ഡാൻസേഴ്സ് ആയിരിക്കും. സോ ദി വോണ്ട് ടു മിക്സ് ക്ലാസിക്കൽ ഇൻ ടു ഇറ്റ്. അതിന് വേണ്ടി കുറച്ച് പഠിക്കാൻ വന്നിട്ട് പക്ഷേ പാഷനേറ്റ് ആയിട്ട് ക്ലാസിക്കൽ ഡാൻസ് പെർസ്യൂ ചെയ്തവരുണ്ട്, നിറയെ വരുന്നുണ്ട്. കാരണം അത് എപ്പോഴും മാൻകൈൻഡിൽ, ഐ മീൻ ഹ്യൂമൻ ബീയിങ്സിൽ ഈ സാധനം ഒരു സ്പാർക്കായിട്ട് ഇങ്ങനെ ദൈവം കൊടുത്തിട്ടുണ്ടാവും. അതെ, ശരിക്കും നമ്മുടെ തലമുറകളിലേക്ക് ഇത് കൈമാറ്റം ചെയ്ത് കലാരൂപങ്ങൾ പോകണമെങ്കിൽ അതെ തീർച്ചയായിട്ടും ഒരു താല്പര്യമുള്ളൊരു തലമുറ ആവശ്യമാണല്ലോ. ഇപ്പോഴായി നമ്മൾ ഈ സോഷ്യൽ മീഡിയൻ്റെ ഒരു വല്ലാത്തൊരു ഇത് കാരണം കൂടുതൽ ഈ വെസ്റ്റേണിലേക്ക് കുട്ടികൾ ഭയങ്കര ഇതായിരിക്കും, ആകർഷിതരാണ്. ബോളിവുഡ്, ഹിപ്പ് ഹോപ്പ്, അതൊക്കെ. അപ്പോൾ ഈ ക്ലാസിക്കൽ ഡാൻസ് പറഞ്ഞാൽ അത് ഒരു ദിവസത്തെ അല്ല, ഇറ്റ്സ് എ ജേർണി ഓഫ് യുവർ ലൈഫ് ലോങ് ആണ്. എന്നും ആദ്യം ദിവസത്തെ ഈ കുട്ടികൾ പറയുന്ന മാതിരി ഡേ 1 ചെയ്യുന്ന സ്റ്റെപ്പ് 40 വർഷം കഴിഞ്ഞാലും യു പ്രാക്ടീസ്. അപ്പോൾ അതിനെ റിഫൈൻഡ് ചെയ്ത് പോളിഷ് ആക്കാൻ പറ്റും. ഒരു ഓറിയൻറ്റേഷൻ വേണം അവർക്ക്. ആ ഒരു കാരണം ഇപ്പം ഈ സോഷ്യൽ മീഡിയ എല്ലാം ഇങ്ങനെ ടച്ചിലല്ലേ, തൊട്ടു സാധനം വന്നു. ഇപ്പം അത് ദാറ്റ് കനോട്ട് ഹാപ്പൻ ഇൻ ക്ലാസിക്കൽ ആർട്സ്. ഡേ ആൻഡ് നൈറ്റ് പ്രാക്ടീസ് ചെയ്ത് അധ്വാനിച്ച് വരണം. അപ്പം അത് അതൊന്ന് മനസ്സിലാക്കി കൊടുത്തു കഴിഞ്ഞാൽ യു ക്യാൻ ഹോൾഡ് ദം. കാരണം ഇറ്റ് ഡസൻറ്റ് ഹാപ്പൻ ഓവർ നൈറ്റ്. അതെ, അതുപോലെ ഇപ്പോഴാണെങ്കിലും നമ്മളിപ്പോൾ സോഷ്യൽ മീഡിയയുടെ കാര്യം പറഞ്ഞപ്പോൾ പലപ്പോഴും നമ്മൾ ഒരു വേദിയിൽ ഒരു ഡാൻസ് കാണുമ്പോൾ ആ ഡാൻസ് കണ്ടിട്ടാണ് അതിൻ്റെ കഥ എന്താണെന്ന് മനസ്സിലാകുന്നത്. പക്ഷെ ഇപ്പോൾ ശോഭനയാണെങ്കിലും നവ്യയാണെങ്കിലും അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സ്റ്റേജിൽ അവർ ആംഗ്യം കൊണ്ട് തന്നെ സംസാരിക്കുന്ന കാണാറുണ്ട്. ഫോട്ടോ എടുക്കരുത് എന്നൊക്കെ ഡാൻസിന്റെ ഇടയ്ക്കൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിലൊരു മാറ്റം, അതൊരു പുതിയ തലമുറയിലെ ഒരു മാറ്റം എന്ന് പറയാൻ പറ്റുമോ? അതെ, അത് ശരിക്കും പണ്ടും ഉണ്ട്. പക്ഷെ അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്ത് ദേ ഷുഡ് ഹാവ് ഡീപ്പ് നോളജ് അബൌട്ട് ഇറ്റ്. കാരണം ഇതൊരു ആംഗ്യ ഭാഷ. നമുക്കിപ്പം നമ്മൾ മലയാളികളാണ്, നമുക്കറിയാം ഇംഗ്ലീഷ്, ഹിന്ദി വരെ, മേ ബി തമിഴ്, കന്നഡ വരെ നമ്മൾക്ക് അങ്ങോട്ട് മനസ്സിലാവും. പക്ഷേ യു ഗോ ടു എ ഡിഫറെൻറ്റ് ലാംഗ്വേജ് നമ്മൾ വിളിച്ച് നിൽക്കുകയുള്ളൂ. ഇത് തന്നെയാണ് അവസ്ഥ. ഇത് ക്ലാസിക്കൽ ആർട്സിൻ്റെ പ്രശ്നം ഒരു തരത്തിൽ അതാണ്. പിന്നെ നമുക്ക് ആ ലാംഗ്വേജ്, മീഡിയം ഓഫ് എക്സ്പ്രഷൻ മനസ്സിലായില്ലെങ്കിൽ, മുദ്രകൾ അറിയില്ലെങ്കിൽ യു കാൺട്ട് എന്താ പറയുക അണ്ടർസ്റ്റാൻഡ് ഓർ അപ്രീഷിയേറ്റ് ഇറ്റ്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇതാണ് ഞാൻ ചെയ്യുന്ന സാഹിത്യം, ഇതാണ് ഇതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് ഒരു ഓറിയൻറ്റേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാരെ പിടിച്ചിരുത്താൻ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. അപ്പോൾ അവർക്ക് നോക്കുമ്പോൾ ഓക്കെ, അത് മനസ്സിലായി, അത് മനസ്സിലായി. പോപ്പുലർ സ്റ്റോറീസ് ആണ് മനസ്സിലാവും. കൃഷ്ണൻ്റെ ഒക്കെ വെണ്ണ കക്കുക, എല്ലാവരും കളിയമർദ്ദനൊക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. പക്ഷെ കുറച്ച് അത്ര പരിചയമില്ലാത്ത അപ്പൊ പെട്ടു. ചിലർ ചിട്ടപ്പെടുത്തുന്നുണ്ടല്ലോ, ചില ക്യാരക്ടേഴ്സിനെ വെച്ചിട്ട് ചിട്ടപ്പെടുത്തുന്നുണ്ടല്ലോ, അതൊക്കെ നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പൊ അത് നേരത്തെ പറയുന്നത് തന്നെയായിരിക്കും. അതന്നെയാണ് നല്ലത്. കുറച്ചുകൂടി നമുക്ക് ഓഡിയൻസിനെ പിടിക്കാം. ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്.
അതെ, അതുപോലെ തന്നെ ഈ ചിട്ടപ്പെടുത്തലുണ്ടല്ലോ, ഓരോരുത്തരും അവരുടേതായ ശൈലിയിൽ, അത് എങ്ങനെയാണ് ദീപ്തി ചെയ്യുന്നത്? കൊറിയോഗ്രാഫി ചെയ്യാറുണ്ട്. കൊറിയോഗ്രാഫി ചെയ്യാറുണ്ട്. നമുക്ക് അതാണ്, നമുക്കൊരു ബേസിക് തിയറി നോളേജും കൂടി ഉണ്ടായാൽ ഇപ്പം നമ്മൾ ജതി അല്ലെങ്കിൽ കണക്കുകൾ, ഇറ്റ്സ് ഹാസ് പ്യോർ ഡാൻസ് ആൻഡ് എക്സ്പ്രസീവ് പാട്ടുണ്ട്. അപ്പോൾ പ്യോർ ഡാൻസിൽ ഇറ്റ്സ് പ്യോർ മാത്തമാറ്റിക്സ് സത്യം പറയാം. അപ്പം നമ്മൾ അതിൻ്റെ കണക്കുകൾ എടുത്ത് അതിൻ്റെ അടവുകൾ നമ്മൾ അതാണ് ബേസിക്സ് ഒക്കെ വർഷങ്ങൾ എടുത്ത് പഠിക്കുന്നത്. എന്താ വെച്ചാൽ യു ക്യാൻ മിക്സ് ആൻഡ് മാച്ച് കൊറിയോഗ്രാഫ്, ന്യൂ മൂവ്മെൻറ്റ്സ്. അതുപോലെ ഇപ്പോൾ സാഹിത്യം അല്ലെങ്കിൽ ലിറിക്സ് തന്നെ നമ്മൾ വേർഡ് ടു വേർഡ് അർത്ഥം, അത് നമ്മളത് ചെയ്യുന്നതിന് ഒരു രീതിയുണ്ട്. ഫസ്റ്റ് പദാർത്ഥം എന്ന് പറയും, വേർഡ് ടു വേർഡ് മീനിങ് ചെയ്യുക. പിന്നെ യു ഗോ ടു ദ സെൻറ്റൻസ് കൈൻഡ് ഓഫ് മീനിങ്. അപ്പം നമ്മൾ ആ സെയിം അർത്ഥമായിരിക്കും, ബട്ട് യു ക്യാൻ ഗിവ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ്. ഇപ്പോൾ നിന്നോട് എനിക്ക് ഭക്തിയാണ്, ഹൗ ഡു ഐ ഡു ഭക്തി, പൂജ ചെയ്യണു അല്ലെങ്കിൽ ഞാൻ ജപിക്കണു അല്ലെങ്കിൽ നിന്നെ തന്നെ മനസ്സിൽ വിചാരിക്കുന്നു. സോ യു ആഡ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സ് ടു ഇറ്റ്. അതല്ല, ആ ഒരു ലൈനിന് പറ്റുന്ന ഒരു കഥയുണ്ടെങ്കിൽ കഥയിരുന്നു. അപ്പം ദർ ഇസ് എ പാറ്റേൺ ഓഫ് കൊറിയോഗ്രാഫി ചെയ്യാറുണ്ട്. അതുപോലെ ഇപ്പൊ കണ്ടുവരുന്ന ഒരു ഇത്, ഇപ്പൊ നമ്മൾ നേരത്തെ വേദികളിൽ പോയി സ്റ്റേജുകളിൽ പോയി കണ്ടിരുന്ന സംഭവത്തിൽ നിന്ന് മാറിയിട്ട് വിരൽത്തുമ്പിൽ കാണുന്നുണ്ടല്ലോ. ഇപ്പൊ വേദികളിലാണെങ്കിലും പലരും നൃത്തം ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ അതിനൊരു ചിട്ട ഉണ്ടായിരുന്നു. ഇപ്പോൾ പ്രാർത്ഥിക്കുന്നതാണെങ്കിലും കൃഷ്ണനെ വിളിക്കുന്നതാണെങ്കിലൊക്കെ ഒരു പരിധിയിൽ നിന്നുകൊണ്ടായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ പല ആശാ ശരത്താണെങ്കിലും നവ്യൊക്കെ ആണെങ്കിലും സ്വാമിയെ ശരണമയ്യപ്പ എന്നൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര എക്സ്പ്രസീവ് ആവുന്നുണ്ട്. അപ്പോൾ അത് പുതിയൊരു രീതിയായിട്ട് പറയാൻ പറ്റുമോ? അതൊരു കൂടുതൽ പണ്ട് എങ്ങനെയായിരുന്നു വെച്ചാൽ ഈ ഓഡിയൻസ് ഓൾസോ ഹാസ് ടു ബി എഡ്യൂക്കേറ്റഡ്. അപ്പം നമ്മൾ ഓഡിയൻസിനെ യു ബ്രിങ് ദം ടു യു എന്നുള്ളൊരു അതായിരുന്നു ശരിക്കുള്ള രീതി. ആർട്ടിസ്റ്റ് മാത്രമല്ല, ഇന്ന് ഓഡിയൻസ് നമ്മൾ പല സ്ഥലത്തും ചെയ്യുന്നത് ടോട്ടലി അവർക്ക് ഒരു ഐഡിയ ഇല്ല ഈ ഡാൻസിനെ പറ്റി. ശരിക്കും നമുക്ക് സഭാലക്ഷണം അങ്ങനെ, അതായത് ഓഡിയൻസിന് ഒരു ലക്ഷണമുണ്ട് ഗ്രന്ഥപ്രകാരം, അവരെ കാണാൻ പാടുള്ളൂ, അവർക്ക് അറിയാതെ അവർക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പാടുള്ളൂ, ബിക്കോസ് ദേ ഓൺലി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദ ലാംഗ്വേജ്. ഇന്ന് അങ്ങനെ ഒരു ഓഡിയൻസിനെ നമുക്ക് കിട്ടാൻ പാടില്ല. ഒരു ആയിരക്കണക്കിന് ആൾക്കാർ ഇരിക്കുന്ന 1-2 പേര് മേ ബി ദേ നോ വെരി വെൽ അബൌട്ട് ഇറ്റ്. അപ്പം കുറേയും കൂടി നമ്മൾ എന്തായി ആസ് എ ഡാൻസർ യു ഗോ ടു ദെം എന്നുള്ള ലെവലിലെത്തി. അവർക്ക് അറിയുന്ന പല രീതികളിലും നമ്മൾ അങ്ങോട്ടായ യു ഗെറ്റ് ഇറ്റ് കണക്റ്റഡ് ലിറ്റിൽ മോർ. ആ ഒരു രീതിയിലേക്ക് ഇപ്പം ഇങ്ങോട്ട് ഉയർത്തുന്നതിന് നമ്മൾ അങ്ങോട്ട് പോവാന്നുള്ളൊരു ആ ഒരു സ്റ്റൈലിലേക്ക് ശരിക്കും മാറുന്നുണ്ട്. ആ ഒരു വ്യത്യാസമാണ് ഇപ്പൊ നമ്മൾ കാണുന്നുണ്ട്. അല്ല, എങ്ങനെയാണെങ്കിലും ആസ്വാദകനെ ആസ്വദിക്കാൻ പറ്റും. അതെ, നമ്മളൊരു ആസ്വാദക വൃന്ദം ഉണ്ടാക്കിയെടുക്കും കൂടി വേണമല്ലോ. ചേഞ്ച്. അതെ. അതുതന്നെ പല നാട്യരൂപങ്ങൾ നോക്കുമ്പോഴും കാലത്തിനനുസരിച്ചുള്ള കുറെ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ ഇത് നമുക്ക് അംഗീകരിക്കാം. അതെ. അങ്ങനെ പോട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നൃത്തം, ഡാൻസ് പഠിക്കുന്നവരുടെ സ്വഭാവത്തിലും ആ ഒരു നമ്മളിപ്പോൾ പറഞ്ഞ പോലെ കാലങ്ങളെടുത്ത് പതുക്കെ പഠിച്ചു വരുന്നതുകൊണ്ട് കുറച്ച് ക്ഷമയുള്ളവരാന്നൊക്കെ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഉണ്ടോ? ശരിക്കും പേഷ്യൻസ് ഉണ്ടാവും. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് പേഷ്യൻസ് ഉണ്ടാവും. ഈക്വലി വെരി ബോൾഡ് ആയിരിക്കും. പെൺകുട്ടികൾ ഡാൻസേഴ്സിനെ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ വെരി ബോൾഡാണ് അവർ. കുഴഞ്ഞാടി ആ പരിപാടിയൊന്നും ഉണ്ടാവും. വെരി ബോൾഡ്. പിന്നെ സഹനശക്തി, അത് ഭയങ്കര, അവരുടെ ലിമിറ്റ്സ് ആർ ഹൈ. കാരണം ഞാൻ നേരത്തെ പറയുമ്പോൾ നമ്മൾ ഈ 2 hours പെർഫോമൻസ് ചെയ്യാന്ന് പറഞ്ഞാൽ മെയിൻ ഡാൻസ് ഇറ്റ്സ് മോർ ദാൻ 30 minutes. അപ്പം നമ്മൾ ഒരു ഡാൻസറും ടയേർഡ് അല്ല എന്ന് പറയില്ല. എവ്രി ഡാൻസർ ഇസ് സൂപ്പർ ടയേർഡ് അറ്റ് സം മൊമെൻറ്റ് ഓഫ് ദറ്റ് പ്രോഗ്രാം. പക്ഷെ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ പെയിൻ ഇഞ്ചുറീസ് ഉണ്ടാവും നമ്മൾ ഡാൻസ് പോകുമ്പോൾ, യു കാൺട്ട് ബാക്ക് ഔട്ട് അല്ലേ. അപ്പം എന്തുണ്ടെങ്കിലും യു നോ ടു പുട്ട് എ ബ്യൂട്ടിഫുൾ സ്മൈൽ ആൻഡ് ദെൻ ഡാൻസ്. അത് ഇറ്റ് ഡസൻറ്റ് കം ഔട്ട്. ആ ഒരു ലെവലിൽ അവരുടെ ത്രഷ് ഹോൾഡ് ഇസ് വെരി വെരി ഹൈ. നന്നായിട്ട് മാനേജ് ചെയ്യും കുട്ടികൾ ലൈഫ്. സ്വഭാവ രൂപീകരണത്തിൽ വലിയ നല്ല പങ്കുണ്ട്. എങ്ങനെയാണെങ്കിലും മാനേജ് ചെയ്തങ്ങ് പോകാൻ പറ്റും. മാനേജ് ചെയ്തോളൂ അവര്. അപ്പൊ നമ്മളെ അടുത്ത് പറഞ്ഞു PhD ചെയ്തോണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോ എത്ര സമയം കൂടി എടുക്കും അതൊന്ന് കംപ്ലീറ്റ്? കുറച്ചെടുക്കും. അതിലാണ് ഞാൻ ബാക്കിയൊക്കെ ടൈമിനുണ്ട്. ഇത് കുറച്ച് റിലാക്സ്ഡ് ആണ്. എന്റെ സബ്ജക്ട് കുറച്ച് സയൻസ് റിലേറ്റഡ് ആണ്. ഞാൻ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിലാണ് ചെയ്യുന്നത്. അവിടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡോക്ടർ ദിനു സാറിന്റെ കീഴിലാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറ്റ്സ് ഓൺ ഡാൻസ് ഇഞ്ചുറീസ്. അപ്പം ഇങ്ങനെ പെർഫോമൻസും അതും ഇതൊക്കെ ആകുമ്പോൾ അത് കുറച്ച് ലാഗ് ചെയ്യുന്നുണ്ട്. ബട്ട് ഐ ഹാവ് ടു ഡു എ പ്രോപ്പർ, അതായത് കുറേ വർക്ക് വേണ്ട, ടു ഡു എ പ്രോപ്പർ വർക്ക് വിച്ച് ഈസ് യൂസ്ഫുൾ ഫോർ ഡാൻസേഴ്സ്. ഓക്കെ. അപ്പം ഞാൻ ഒരു സംശയം കൂടി ചോദിക്കാട്ടോ. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ സാധാരണക്കാരി എന്നുള്ള നിലയിൽ നമ്മളിപ്പോൾ PhD ഡാൻസിന് ചെയ്യുന്നു, അതുപോലെ ഡിഗ്രി ഒക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഫൈനൽ ഇതിന്റെ സമയത്ത് പെർഫോം ചെയ്യണ്ടേ? പെർഫോമൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കില്ലേ? അത് ഡിപ്പെൻഡ്സ് ഓൺ വിച്ച് യൂണിവേഴ്സിറ്റി. ഇപ്പം ഞാൻ കാലടി ശങ്കരാചാര്യയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ PG
ചെയ്യുകയാണെങ്കിൽ യു ഹാവ് എ ക്ലാസ് റൂം കോൺസേർട്ട്. ചിലപ്പോൾ അത് ഗ്രൂപ്പ്, ഇപ്പോൾ സെൻറ്റ് തെരേസാസിൽ ഐ ഹാവ് എ വെരി ഗുഡ് ഫ്രണ്ട്, അവിടുത്തെ പ്രൊഫസറാണ് അവൾ. അവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ കണ്ടിട്ടുള്ളത്, അപ്പോൾ നമ്മൾ BA ആണെങ്കിലും ആ ഗ്രൂപ്പ് പെർഫോമൻസ് ആയിട്ട് അവർക്ക് അതൊരു പേപ്പറാണ്. ഞാൻ പഠിച്ചിരിക്കുന്നത് PG ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി, അവിടെ സോളോ കോൺസെർട്ടാണ്. അപ്പോൾ 1.5 മണിക്കൂർ യു ഹാവ് ടു ഡു എ സോളോ കോൺസെർട്ട് അറ്റ് ദ എൻഡ് ഓഫ് യുവർ PG. അപ്പോൾ ഡിപ്പെൻസ് ഓരോ യൂണിവേഴ്സിറ്റി അനുസരിച്ച്. പക്ഷെ ഇത് എനിവേ ഇത് പെർഫോമൻസ്, ഇറ്റ്സ് എ പെർഫോമിംഗ് ആർട്ട്. എങ്ങനെയാണെങ്കിലും നമ്മൾ ഇതിൽ ഓരോ സ്റ്റെപ്പിൽ ഓരോ ലെവലിലും പെർഫോമൻസ് വേണം, അല്ലാണ്ട് യു ആർ നോട്ട് എൻ ആർട്ടിസ്റ്റ് അല്ലാന്ന് പറയാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ അതാണല്ലോ അതിന്റെ ഹൈലൈറ്റ്. അപ്പോൾ എന്തായാലും PhD ഒക്കെ എടുത്ത് വീണ്ടും കൂടുതൽ ഉയരങ്ങൾ, കൂടുതൽ വേദികളിൽ ഞങ്ങൾക്ക് കാണാൻ സാധിക്കട്ടെ. ഇത്രയും നേരം നമ്മുടെ അടുത്ത് സംസാരിച്ചതിന്, കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് താങ്ക് യു സോ മച്ച്. നമസ്കാരം. താങ്ക് യു.